എല്ലാവർക്കും നമസ്തേ. ഇന്ന് വളരെ നാടൻ രീതിയിലുള്ള ഒരു വിഭവമാണ് ഷെയർ ചെയ്യുന്നത്. ചക്കക്കുരു ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിതല്ലേ. എന്നാൽ ഈ ഒരു മെഴുക്ക് വരട്ടി ഞാൻ സ്ഥിരമായി തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു 35 ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളപ്പാടയൊക്കെ മാറ്റി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിനി അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ വെന്ത് കിട്ടണം. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇരുമ്പ് ചട്ടിയിലാണ് മെഴുക്ക് വരട്ടി തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത്. എൻ്റെ ചട്ടി കുറച്ച് ചെറുതാണ്, എങ്കിലും നമുക്കിതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായാൽ വെന്ത ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഈ ചക്കക്കുരു ചെറിയ തീയിലിട്ട് നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പകുതി മൊരിവായാൽ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പാക്കരുത്. ഇതാണ് ഈ മെഴുക്ക് വരട്ടിയുടെ ഒരു സ്വാദെന്ന് പറയുന്നത്. ഇനി തേങ്ങയും ചക്കക്കുരുവും കൂടി ചേർത്ത് നന്നായിട്ട് മൊരിഞ്ഞു വരണം. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ കൊത്തും ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങ ചിരകി തരുന്നതുകൊണ്ട് കൊത്ത് ചേർക്കുന്നില്ല. നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വരണം. ചട്ടിയിൽ കുറച്ച് സ്ഥലം കുറവായിരുന്നുകൊണ്ട് ഞാനൊരു വൈറ്റ് പാനിലേക്ക് മെഴുക്ക് വരട്ടി മാറ്റിയിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം. ഇപ്പം തേങ്ങയും ചക്കക്കുരുവും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ മൊരിച്ചെടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കുത്തരിച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു രീതിയിൽ തേങ്ങയൊക്കെ ചേർത്ത് ചക്കക്കുരു മെഴുക്ക് വരട്ടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് എഴുതാനും മറക്കണ്ട. ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ സീസൺ ആകുമ്പം നിങ്ങളിതുപോലെ മെഴുക്ക് വരട്ടി തയ്യാറാക്കി നോക്കുക.